രചന അക്ഷര എസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ. ഒന്നുകിൽ ശിവകാർത്തികേയൻ അല്ലെങ്കിൽ ചെകുത്താൻ. ഏതു പേര് വേണമെങ്കിലും സേവ് ചെയ്യാം. ചെകുത്താൻ, അത് മതി. ചെകുത്താന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു തിരിഞ്ഞടന്നു. ഫോണിൽ സേവ് ചെയ്തതും ആ പേരിൽ തന്നെയായിരുന്നു. ടൂൾസ് എടുക്കണം കേട്ടോ. ബാമ പോകുന്നുണ്ടോ? 2-3 പേര് അടുത്തേക്ക് ഓടിയൊന്ന് ചോദിച്ചു. വേണ്ടി വരും വൈകിട്ടത്തേക്ക്. മീശ പിരിച്ചു വെച്ച് ബാമ പോയ വഴിയെ തന്നെ നോക്കി ചിരിച്ചു. ടൂൾസ് മാത്രം മതിയോ അതോ? ഒരു ചുമയും ശബ്ദം കേട്ടപ്പോഴാണ് തിരിഞ്ഞു നോക്കുന്നത്. എളിച്ചുകൊണ്ടിരുത്ത് നിൽക്കുന്നുണ്ട്. ഒരാട്ട് വെച്ചു കൊടുത്തതിനൊപ്പം കയ്യിലിരുന്ന ചായ അവന്റെ ഷർട്ടിൽ പൂക്കളം തീർത്തു. വീട്ടിലെത്തിയിട്ടും മനസ്സാകെ അസ്വസ്ഥമായിരുന്നു ഭാമയുടെ. ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. കുട്ടികളെ നേർവഴിക്ക് നടത്തേണ്ട ഒരു ടീച്ചർ ഒരാളെ തല്ലാൻ മറ്റൊരു തല്ലുപൊളിയെ കൂട്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ സിറിലിന്റെ മുഖവും വാചകവും മനസ്സിൽ വീണ്ടും കുത്തി നോക്കാൻ തുടങ്ങിയതോടെ തൊട്ടുമുമ്പ് തോന്നിയ കുറ്റബോധമെല്ലാം ആവിയായി പോയിരുന്നു. കാര്യങ്ങൾ മുഴുവനും പറയാൻ ഫോൺ പലതവണ എടുത്തു നോക്കിയെങ്കിലും വിളിക്കാൻ എന്തോ ഒരു ധൈര്യക്കുറവുണ്ടായിരുന്നു. പലതവണ ചെകുത്താനെ ഫോൺ ചെയ്യാൻ ശ്രമിച്ചെങ്കിലും എന്തോ ഒന്ന് പിന്നിലേക്ക് വലിക്കുന്ന പോലൊരു മടി. അപ്പോഴൊരു സംശയം ബാക്കിയായിരുന്നു. എന്തിനു വേണ്ടിയാണ് അടിക്കുന്നതെന്ന് അയാൾ എന്തുകൊണ്ടൊരു വാക്ക് പോലും ചോദിച്ചില്ലെന്നത്. പൊടുന്നതിന് ഒരു മെസ്സേജ് ട്യൂൺ വന്ന ഫോണിൽ നോക്കി. 7:30 തയ്യാറായി നിൽക്കണം ചെകുത്താൻ എന്ന് മാത്രം ഒരു ടെക്സ്റ്റ് മെസ്സേജ്. തിരിച്ചു വിളിച്ചു നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ്. ഭയം എന്ന വികാരം പതിയെ മറക്കാൻ തുടങ്ങിയിരുന്നു. തിരിച്ചടി മാത്രമാണ് മനസ്സിൽ. അല്ലെങ്കിൽ നാട്ടുകാർക്കിടയിൽ അത്രയൊന്നും നല്ല പേരില്ലാത്തവനെ കൂട്ടി തന്റെ ദേഹത്ത് കൈവച്ചുകൊണ്ടൊരു പണി കൊടുക്കണമെന്ന് തോന്നില്ലല്ലോ. അല്ലെങ്കിൽ ഏത് നാട്ടുകാരാണ് നാട്ടിലെ മറ്റ് ചെറുപ്പക്കാരെ കുറിച്ച് നല്ലത് പറഞ്ഞിട്ടുള്ളത്? അവരെന്നും എല്ലാവർക്കും തല്ലുകൊളികൾ മാത്രമാണ്. ചെകുത്താന്റെ മെസ്സേജ് കണ്ടതും ചടഞ്ഞുകൂടിയിരിക്കാൻ തോന്നിയില്ല. പിന്നെ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം വല്ലാത്തൊരു വേഗമായിരുന്നു. കുളിച്ചു, ഉമ്മറത്ത് മുടങ്ങാതെ വിളക്കും വെച്ചു. തോറ്റുപോയേക്കാമെങ്കിലും മരിച്ചു വീണേക്കാമെങ്കിലും നിന്റെ ഭാഗത്താണ് സത്യവും ന്യായമെങ്കിൽ 1 ഇഞ്ച് പോലും തലകുനിച്ചു പോരുത് എന്ന് അച്ഛൻ പണ്ടെന്നോ മടിയിലിരുത്തി കാതിലോയി തന്ന് അച്ഛന്റെ ഓർമ്മ ചിത്രത്തിന് മുമ്പിൽ തിരിതെളിയിക്കുമ്പോൾ ഓർത്തു. കൺകോണിൽ ഉരുണ്ടുകൂടിയ തുള്ളി കണ്ണീരിൽ അച്ഛന്റെ ഛായാചിത്രത്തിന് മുമ്പിൽ കത്തിച്ചു വെച്ച തിരിയുടെ പ്രതിഫലനമുണ്ടായിരുന്നു. ആ വെളിച്ചത്തിനുള്ളിൽ ഇരുട്ടുപതിയെ മാറ്റിക്കളയാനുള്ള ശക്തിയും. 7:30 മണിക്ക് അമ്മയോട് എന്തു പറഞ്ഞിറങ്ങുന്നൊരു ആശങ്ക മാത്രമാണ് ഉണ്ടായിരുന്നത്. എങ്കിലും താൻ എന്ത് വിശ്വസിച്ചാണ് അയാളുടെ കൂടെ പോകുന്നൊരു മറുചിന്തയും വരാതിരുന്നില്ല. കണ്ണടച്ച് സോഫയിൽ ചാരിയിരുന്നപ്പോൾ ഇരുകണ്ണും ചിമ്മി അനുവാദം നൽകുന്ന അച്ഛന്റെ ചിരിക്കുന്ന മുഖമാണ് മനസ്സിൽ തെളിഞ്ഞത്. മനസ്സിനോട് അഭിപ്രായം ചോദിച്ച് മനസാക്ഷി തീരുമാനമെടുക്കുന്ന അപൂർവ നിമിഷങ്ങൾ. ആരുമില്ലാത്തവന് ദൈവം തുണായെന്നാരോ മനസ്സിൽ പറയുന്ന പോലെ തോന്നി. മുറ്റത്തൊരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടാണ് ഉമ്മറത്ത് വന്ന് നോക്കിയത്. പ്രതീക്ഷ ആളായിരുന്നില്ല കാറിൽ നിന്ന് ഇറങ്ങിയത്. ദീപ്തി മിസ്സും ഭർത്താവ് ശ്രീജേഷും. കാർത്തി പറഞ്ഞു വിട്ടാണെന്ന് ശ്രീജേഷനായിരുന്നു പറഞ്ഞത്. ആരാണ് കാർത്തി എന്നൊരു നിമിഷം സംശയിച്ചെന്നെങ്കിലും ശിവകാർത്തികേയൻ എന്ന പേര് പെട്ടെന്ന് മനസ്സിൽ മിന്നി. കാറിന്റെ ശബ്ദം കേട്ടാണോ അമ്മയും പുറത്തേക്ക് വന്നു. സ്കൂളിൽ പിറ്റേന്ന് നടക്കുന്ന പേരൻസ് മീറ്റിങ്ങിനെ കുറിച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാറുണ്ടെന്നും 1 മണിക്കൂറിനുള്ളിൽ തിരിച്ചുകൊണ്ടുവിടാമെന്നും ദീപ്തി മിസ് തന്നെയായിരുന്നു അമ്മയോട് പറഞ്ഞത്. മുമ്പ് 1-2 തവണ വന്നുകൊണ്ട് ദീപ്തി മിസ്സിന് അമ്മയ്ക്കും പരിചയമായിരുന്നു. 5 മിനിറ്റ് നേരം കൊണ്ട് വസ്ത്രം മാറി വന്നു. അമ്മയെ ഒരു നിമിഷം നോക്കി ആ 2 കൈയും കൂട്ടിപ്പിടിച്ചു. ഒന്നും ഇതുവരെ മറച്ചു പിടിച്ചിട്ടില്ല. ആ ഒരു വിഷമം ഉള്ളിൽ കിടന്ന് വിങ്ങുന്നുണ്ടായിരുന്നു. കൈ രണ്ടും കൂട്ടിപ്പിടിച്ച് അമ്മയുടെ കണ്ണിലേക്ക് നോക്കിയത്. കണ്ണു നിറഞ്ഞിരുന്നു. അത് കണ്ടപ്പോഴാണ് എന്തോ അമ്മയും വല്ലാതായി. ഈ കുട്ടി പോയിട്ട് വാ, അമ്മയ്ക്ക് രാത്രി ഒറ്റയ്ക്കിരിക്കാൻ പേടിയൊന്നുമില്ല, ധൈര്യം തരാൻ നിന്റെ അച്ഛനെ ഉള്ളിൽ തന്നെയുണ്ട്. അമ്മ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ എന്തോ വല്ലാത്തൊരു സന്തോഷമാണ് തോന്നിയത്. അച്ഛന്റെ ദേഹം മാത്രമേ ഈ ലോകത്തു നിന്നും വിട്ടുപോയിട്ടുള്ളൂ. ഇപ്പോഴും ഇവിടൊക്കെ തന്നെയുണ്ട്. കുറച്ചു മുമ്പേ മനസ്സിൽ വെളിച്ചമിടർത്തിയതും കാലാകാലങ്ങളായി അമ്മയ്ക്ക് താങ്ങാവുന്നതും അതേ ദേഹി തന്നെ. അമ്മയോട് പറഞ്ഞ് ദീപ്തി മിസ്സിനൊപ്പം കാറിന്റെ പിൻസീറ്റിലിരുന്നു. മുൻപിൽ ശ്രീജേഷേട്ടനൊപ്പം വേറെ ഏതോ ഒരു പയ്യനും ഇരിപ്പുണ്ട്. എവിടേക്കാ? കാറിൽ കയറിയതും ദീപ്തി മിസ്സിന്റെ കയ്യിൽ പതിയെന്നുള്ളിൽ ചോദിച്ചു. പെട്ടെന്ന് ഡ്രസ്സ് മാറി വരാൻ പറഞ്ഞ ശ്രീജേഷനും പിടിച്ചിറക്കി കൊണ്ടുവന്ന ആ കാർത്തികന്റെ അടുത്തേക്കാണ് തോന്നുന്നു. ഈ മൂപ്പിലോട് വല്ലതും പറഞ്ഞിരുന്നോ? ദീപ്തി മിസ് ശബ്ദം താഴ്ത്തി പതിയെ പറഞ്ഞു. ചെകുത്താനോടോ? പറഞ്ഞ് പെട്ടെന്ന് ഉയർന്നു പോയപ്പോൾ മുൻ സീറ്റിലിരുന്ന പയ്യനും ശ്രീജേഷനും ചിരിക്കുന്നുണ്ട്. അയ്യോ പതിയെ പറയും, ഇവരുടെ കുടുംബക്കാരനാ, ഭാര്യകാരെ തോഴനും. ദീപ്തി മിസ് ചുണ്ടിൽ വിരൽ ചേർത്ത് പറഞ്ഞു. കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യം വന്നില്ല. കാര്യം എന്താണെന്ന് ദീപ്തി ശ്രീജേഷുമായി അവിടെ അറിഞ്ഞിരിക്കാമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. എങ്കിലും ഈ യാത്ര എങ്ങോട്ടാണെന്ന് മാത്രം അറിവില്ലായിരുന്നു. കാറ് ചെന്നിന്ന് വലിയൊരു ഇരുനിലവേണ്ട മുമ്പിലായിരുന്നു. മതിലിൽ സിറിൽ കോശി എന്ന സ്വർണ്ണഫലകത്തിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് കുറച്ച് നീങ്ങിയിട്ടായിരുന്നു വീട്. ബാമയാൾ വിളിച്ച് വീണ്ടും പുറത്തുണ്ടെന്ന് പറയും. കാറിൽ നിന്നിറങ്ങി ശ്രീജേഷേട്ടനായിരുന്നു പറഞ്ഞ്. പേടിക്കണ്ട, ചെകുത്താന്റെ പടയ കൂടെയുള്ളത്, ഒരു പോറൽ പോലും ഏൽക്കില്ല, ഏൽക്കാൻ അവൻ സമ്മതിക്കില്ല. അന്താളിച്ച് നോക്കുന്നുണ്ടാവും ശ്രീജേഷേട്ടൻ അങ്ങനെ പറഞ്ഞു. അത് തന്നെ വലിയൊരു ആത്മവിശ്വാസം നൽകിയിരുന്നു. പറഞ്ഞ പോലെ വിളിച്ച് 2 റിങ്ങിൽ ഫോൺ എടുത്തിരുന്നു. പ്രധാന വാതിൽ ലോക്കൽ നിന്നും അകത്തേക്ക് കയറി പോകുന്നോളെ നിർദ്ദേശം കിട്ടിയപ്പോൾ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി.
ചുറ്റും നോക്കിയെങ്കിലും ചെകുത്താനെ മാത്രം അവിടെയൊന്നും കണ്ടില്ല. വാതിൽ തുറന്ന് അകത്ത് കയറി. വില കൂടിയ പെർഫ്യൂമിന്റെ ഗന്ധം മുഴുവൻ ആ മുറിയിൽ തങ്ങി നിൽപ്പുണ്ടായിരുന്നു. ഷാർപ്പ് 8 o'clock. പെമ്പിള്ളേരായി ഇങ്ങനെ വേണം. കയ്യിൽ കെട്ടിയ വാച്ചിൽ നോക്കി വീടിന്റെ ഒരു മൂലയിലായി സെറ്റ് ചെയ്തിരിക്കുന്ന ഹോം ബാർ കൗണ്ടറിലെ തിരിയുന്ന സ്റ്റൂളിൽ നിന്ന് അതേ വഷളം ചിരിയോടെ അയാൾ പറഞ്ഞു, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ. ആദ്യം പറ്റില്ലെന്നൊക്കെ പറഞ്ഞ് ജാടെടുത്ത് നോക്കും, പിന്നെ അങ്ങ് വഴിക്ക് വരും. അല്ലെങ്കിലും പെട്ടെന്ന് വഴിക്കുന്നതിൽ ഒരു ത്രില്ലില്ല. അയാൾ ഇരുന്നിടത്ത് എണീറ്റു പറഞ്ഞു. എണീറ്റ് അടുത്തേക്ക് വന്ന് കണ്ണിലേക്ക് പതിയെ ഊതി. മദ്യത്തിനെ മനമടുപ്പിക്കുന്ന ഗന്ധമായിരുന്നു വന്നത്. ജസ്റ്റ് രണ്ടേ കാര്യങ്ങളൊക്കെ ഒന്ന് കളറാക്കാൻ പറയുമ്പോൾ അയാൾക്കൊരു കാമുകഭാവമായിരുന്നു. കൈയും കാലുമൊക്കെ വിറക്കാൻ തുടങ്ങിയിരുന്നു. ദൈവത്തെ മാത്രം വിശ്വസിച്ചാണെന്ന മനസ്സിലിപ്പോൾ ചെകുത്താൻ എന്ന പേരിനോടുള്ള വിശ്വാസമാണ് നിറഞ്ഞു നിൽക്കുന്നത്. 25 ലക്ഷം ഇന്നത്തെ രാത്രിക്ക് നിനക്ക് ഞാൻ ഇട്ടിരിക്കുന്ന വില. പക്ഷെ ഇടയ്ക്ക് ഞാൻ പലിശ ചോദിക്കുവേ, അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. പലിശ മാത്രമല്ല, മുതലും തരാം. ആ ശരീരം പോലൊരു ശബ്ദം വന്നതിനൊപ്പം വീണത്തെ ലൈറ്റുകൾ ഒന്നിച്ചണഞ്ഞിരുന്നു. ഹാളിൽ നിന്ന് സ്മാർട്ട് TV മാത്രം പ്രവർത്തിക്കാൻ തുടങ്ങി. കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ ഒരു ടീച്ചറിനൊപ്പം നടത്തിയ മൂന്നാർ യാത്ര മുതൽ തൊട്ടു മുമ്പ് ഭാമയോട് സംസാരിച്ച വരെയുള്ള ദൃശ്യങ്ങൾ, വേറെയും പല സ്ത്രീകളോടൊപ്പമുള്ള ചിത്രങ്ങളുമുണ്ട്. സിറിൽ നിന്ന് വിയർക്കാൻ തുടങ്ങി. അധികം വിയർക്കേണ്ടി വന്നില്ല. വെളിച്ചം വന്നതിനൊപ്പം അറ്റം കുരുക്കിട്ടൊരു നീളം ബെഡ്ഷീറ്റും സിറിലിന്റെ കഴുത്തിൽ വീണിരുന്നു. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പേ പിന്നിലേക്ക് ശക്തമായി വലിക്കപ്പെട്ടു. അടുത്തുള്ള അക്വേറിയത്തിലെ വെള്ളത്തിലേക്ക് മുഖം മുഴുവനായും താഴ്ന്നിരുന്നു. പൊട്ടിച്ചിതറി വീണ അക്വേറിയത്തിനൊപ്പം സിറിലും നിലംപതിച്ചു. പൊട്ടിച്ചിതറി വീണ ചില്ലുവാളികളിൽ കൈകുത്തി എണീക്കാൻ നോക്കിയപ്പോഴാണ് മുമ്പിൽ നിൽക്കുന്ന രൂപത്തെ മുമ്പിൽ കണ്ടത്. ചെകുത്താൻ! സിറിലിന്റെ ചുണ്ടുമെല്ലാം മന്ത്രിച്ചു. സിറിൽ എണീക്കാൻ നോക്കിയതും സിറിലിന്റെ കൈപ്പത്തി ചെകുത്താന്റെ കാലിലെ ഹാഫ് ഓപ്പൺ ലെതർ ഷൂവിനിടയിലും പൊട്ടിച്ചിതറിയ ചില്ലുപാളിയിലും കിടന്ന് ചതഞ്ഞരഞ്ഞു. വേദന കൊണ്ട് സിറിൽ അലറാൻ തുടങ്ങിയിരുന്നു. വെളിച്ചത്തിന് പിന്നാലെ ശബ്ദം വരും, അതാണ് പ്രകൃതി നിയമം. വല്ലാത്തൊരു ചിരിയോടെ ചെകുത്താൻ അത് പറഞ്ഞപ്പോൾ ഭാമ ഇതെല്ലാം കണ്ട് വിറച്ചു നിൽക്കുകയായിരുന്നു. സിറിലുമാകെ ഭയന്നിരുന്നു. TV-യിൽ കണ്ട ദൃശ്യം മാത്രമായിരുന്നില്ല കാരണം. ചുറ്റും നിന്നിരുന്ന ആൾക്കാരെ കൂടി കണ്ടായിരുന്നു. ഒന്നിയ വയറുമായി കണ്ണു നിറഞ്ഞു നിൽക്കുന്ന ഭാര്യയും കൂടെ ഭാര്യയുടെ അച്ഛനും. പണ്ട് ഇതുപോലൊരു നാറ്റു കേസ് ഉണ്ടായപ്പോ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്ത അവന്റെ അപ്പൻ ഇപ്പൊ വീണ്ടും തുടങ്ങിയ കൈ കിട്ടി നോക്കിക്കാൻ പറ്റില്ല. എന്തിനാ പെങ്ങളെ ഇതുപോലൊരു ഭർത്താവ്? സിറിലിന്റെ ഭാര്യയെ നോക്കിയായിരുന്നു ചോദിച്ച്. ഇനി ഇവിടെ എന്ത് കാണാനാ നിൽക്കുന്നത് എന്ന് സിറിലിന്റെ ഭാര്യയുടെ അച്ഛൻ ചോദിച്ചപ്പോൾ ആരോടും മറുപടിയൊന്നും പറയാതെ സിറിലിനെ രൂക്ഷമായി നോക്കി അവിടുന്ന് ഇറങ്ങിപ്പോയി സിറിലിന്റെ ഭാര്യ. കുറച്ചു ദിവസം മുമ്പ് നിങ്ങളുടെ സ്കൂളിൽ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്യാൻ നോക്കി ഹോസ്പിറ്റലായിരുന്നില്ലേ? പഠിക്കാൻ പുറകിലായതുകൊണ്ട് ഇവൻ വിളിച്ചു വരുത്തി സ്പെഷ്യൽ ട്രെയിനിങ് കൊടുത്താ. അവരെ ഭീഷണിപ്പെടുത്തി വെച്ചുകൊണ്ടത് ആരും അറിഞ്ഞില്ല. ഭാമയെ നോക്കിയായിരുന്നു ചെകുത്താനത് പറഞ്ഞത്. ഭാമയ്ക്ക് അതൊരു പുതിയ അറിവായിരുന്നു. പഠിക്കാൻ വേണ്ടി വീട്ടിൽ വഴക്ക് പറഞ്ഞപ്പോൾ പെട്ടെന്നുണ്ടായ മനപ്രയാസത്തിൽ ചെയ്തതായിരുന്നു എന്നാണ് എല്ലാവരോടും പറഞ്ഞത്. ആ കുഞ്ഞു പെൺകുട്ടിയെ പോലും. പക്ഷേ തിന്മയുള്ളിടത്ത് മുഴുവനും ചെകുത്താനുണ്ടാവുമെന്ന് ഈ നാറി മറന്നു. താഴെയിരുന്ന സിറിലിനെ ഒറ്റ ചവിട്ടിന് വീഴ്ത്തി കാർത്തി പറഞ്ഞു. മാമ ടീച്ചറുടെ ഫയൽ എവിടെയാ? ബെഡ്റൂമിലെ കബോർഡിൽ. ആവശ്യതയോടെ ആയിരുന്നു അവനത് പറഞ്ഞത്. കാർത്തിനെ റൂമിൽ ചെന്ന് അത് എടുത്തു. പിള്ളാരെ ബാഗപ്പ്! ചെകുത്താൻ വിളിച്ചു പറഞ്ഞപ്പോഴാണ് മുകളിൽ നിലയിൽ നിന്ന് 3 ചെറുപ്പക്കാർ ഇറങ്ങി വരുന്ന ഭാമ ശ്രദ്ധിച്ചു. കയ്യിൽ ലാപ്ടോപ്പും വീഡിയോ ക്യാമറയും എല്ലാം ഉണ്ടായിരുന്നു. എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ഭാമയ്ക്ക് മനസ്സിലായില്ല. നിങ്ങൾക്കിടയിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. നാളെ പതിപോലെ എണീറ്റ് സ്കൂളിൽ പോകുന്നു അല്ലേ മാനേജറെ? ഭാമയെ നോക്കി പറഞ്ഞു തുടങ്ങിയത് അവസാനിച്ച സിറിലായിരുന്നു. അതെ. അപ്പൊ ഈ പരിക്ക് ബാത്റൂമിൽ വീണതാ, സിറിൽ ഭയത്തോടെ പറഞ്ഞു. അത്താണ്. പിന്നെ ഈ ഫയലിൽ ചെക്ക് ചെയ്യാൻ ഞാൻ എടുത്തിരുന്നു. മറന്നുപോയതാണെന്ന് കൂടി പറഞ്ഞേക്കണം. പറയാമേ? സിറിൽ കൈകൂപ്പി പറഞ്ഞു. എന്നാ പിന്നെ ടീച്ചർ പോയിക്കോ, ഞങ്ങൾക്ക് കുറച്ച് മിണ്ടാനും പറയാനുണ്ട്. സ്കൂളിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണേ. മീശ വിരിച്ച് ചിരിച്ചുകൊണ്ടായിരുന്നു കാർത്തി അത് പറഞ്ഞത്. ഭാമ എന്തോ കൈകൂപ്പി പറയാമെന്നും കൈ ഉയർത്തി തടഞ്ഞു നിർത്തി. നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല, പോയിക്കോ. പറയുമ്പോഴും കണ്ണുടക്കിന്ന് ഭാമയുടെ മോതിരവിൽ കിടന്ന മോതിരത്തിലായിരുന്നു. കാറിൽ വെച്ച് ദീപ്തി മിസ്സിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ വായും പൊളിച്ചാലും ദീപ്തി മിസ് ഇരുന്ന് കേട്ടത്. അപ്പോഴും കൺമുമ്പിൽ കണ്ടിരുന്ന കാഴ്ചകൾ എന്തായിരുന്നു പ്രധാന സംശയം. മൂസാക്ക മീനിൽ അമോണിയ കലർത്തി വിൽക്കുന്നോണ്ടാ മൂസാക്കാക്കിയിട്ട് പൊട്ടിക്കുന്നത്. പിന്നെ ചെത്തുകാരൻ ചെത്തുകളെന്ന് പറഞ്ഞ് വ്യാജകൾ ഉണ്ടാക്കി വിറ്റുകൊണ്ട് പാലിന് കൊഴുപ്പ് കൂട്ടാൻ മണ്ണിരട്ടവനും റേഷൻ മറച്ചു വിറ്റനും എല്ലാം മുറക്ക് കിട്ടും. ശ്രീജേഷ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ പിന്നെ ഇയാൾക്ക് രാഷ്ട്രീയക്കാരനായിക്കൂടെ? ദീപ്തി മിസ്സായാലും ചോദിച്ച്. മീഡിയാസ് ദ ഫോർത്ത് എസ്റ്റേറ്റ് ഓഫ് ഡെമോക്രസി എന്നല്ലേ? ശ്രീയത്തിന് വീണ്ടും ശരിയായിരുന്നു. എന്ന് പറഞ്ഞ ഭാമയായിരുന്നു. നാളെ നിങ്ങളുടെ മീറ്റിംഗ് കഴിയുമ്പോൾ അറിയാം. ശ്രീജേഷ് പറഞ്ഞ് വ്യക്തമായില്ല രണ്ടാൾക്കും.
ആ ടീച്ചറിന്റെ ഒപ്പം മൂന്നാറിൽ പോയ വീഡിയോ എങ്ങനെ? ബാമക്കായിരുന്നു സംശയം. നിങ്ങളുടെ സാറിന്റെ PA കം ഡ്രൈവർ കാർത്തിയുടെ സ്വന്തം ആളാ. അതുകൂടി കേട്ടവിടെ കാര്യങ്ങൾ ഏകദേശം ഒരു വ്യക്തത വന്നിരുന്നു. അന്ന് കരഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴൊക്കെ ന്യൂസ് പേപ്പർ കയ്യിൽ പിടിച്ച് അലസമായ അവിടെ നിൽക്കുന്ന ഓർമ്മയിൽ തെളിഞ്ഞു. വീട്ടിൽ വന്ന് കയറിയപ്പോൾ അമ്മയെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തു. അച്ഛൻ കൂടെ തന്നെയുണ്ട് അമ്മ എന്ന് പറഞ്ഞു. അമ്മയ്ക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലാവണ്ട, വേദന നൽകുന്ന സത്യങ്ങൾ പ്രത്യേകിച്ചും. പതിവ് നേരത്തെ രഞ്ജിത്തേണ്ട ഫോൺ വന്നെങ്കിലും എടുക്കാൻ തോന്നിയില്ല. പിറ്റേന്ന് പേരൻസ് മീറ്റിംഗ് എല്ലാം സമാധാനപൂർവ്വം കഴിഞ്ഞിരുന്നു. സിറിലിന്റെ ഒരു നോട്ടം പോലും തന്റെ നേർക്ക് പാളി വന്നിരുന്നില്ല. എങ്കിലും അവിടെ തുടർന്ന് ജോലി ചെയ്യാൻ ബാമിക്ക് ഒരു മടി തോന്നി. വീട്ടിലെത്തിയതും ലോക്കൽ ചാനലായ CTVയിൽ സ്കൂൾ മാനേജറുടെ കഥകൾ എക്സ്ക്ലൂസീവായി ഓടാൻ തുടങ്ങിയിരുന്നു. C4 ചെകുത്താനാണെന്ന് അന്നാണ് മനസ്സിലായത് തന്നെ. സിറിൽ ഒഴികെ പലരുടെയും മുഖം മറച്ച് വ്യക്തികളുടെ സ്വകാര്യത ഉറപ്പുവരുത്തിയായിരുന്നു ചാനൽ എക്സ്ക്ലൂസീവിൽ. ഒന്നിൽ പോലും ബാമയുടെ പേര് വന്നിരുന്നില്ല. അതുപോലെ പെട്ടുപോയ മറ്റു ചില ടീച്ചർമാരുടെയും. എയ്ഡഡ് സ്കൂൾ നിയമങ്ങൾ, മാനേജ്മെന്റുകൾക്ക് പണം കായ്ക്കുന്ന മരമോ അതോ അതിന് പിറകിൽ ചൂഷണമോ എന്നൊക്കെ പല ചർച്ചകളും നടക്കാൻ തുടങ്ങിയിരുന്നു. പോലീസ് സ്വമേധയാ കേസെടുത്ത് അന്വേഷണം തുടങ്ങി. സിറിൽ കുടുങ്ങുകയും ചെയ്തു. ചാനലുകളിലെ കേസും ബഹളം കണ്ടാവണം 4 ദിവസം കഴിഞ്ഞ് അമ്മാവിന് രഞ്ജിത്തേട്ടന് എത്തിയത്. ജോലി കിട്ടാതിരിക്കുമെന്ന ആശങ്കയായിരുന്നു അമ്മാവിന്റെ വാക്കുകളിൽ. അയാൾ മോശമായി സംസാരിച്ചപ്പോൾ എന്തുകൊണ്ട് എന്നോടൊരു വാക്ക് പറഞ്ഞില്ലെന്നായിരുന്നു രഞ്ജിത്തേട്ടന്റെ ചോദ്യം. രഞ്ജിത്തേട്ടനല്ലേ കണ്ണടച്ചേക്കാൻ പറഞ്ഞ്? അന്ന് അതിന് മാത്രമൊന്നും ഉണ്ടായില്ലല്ലോ. എന്ത് എളുപ്പത്തിനാണ് രഞ്ജിത്തേട്ടനെ പറഞ്ഞ്? നാവുകൊണ്ട് അധിക്ഷേപിക്കുന്ന വിരൽത്തുമ്പിൽ അനുവാദമില്ലാതെ സ്പർശിക്കുന്ന മുതൽ എല്ലാം പീഡനം തന്നെയാണ്. ഇത്തിരി ആത്മാഭിമാനമുള്ളവർക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യം. ശരീരം മുഴുവനായ ഭാഗ്യമായി കീഴ്പ്പെടുത്തിയാൽ പീഡനാവുന്നുണ്ടോ? അന്ന് പിന്നെ ജോലി പോരാന്ന പേടിയുണ്ടാവും. കണ്ണടച്ചേക്കാൻ പറഞ്ഞു അല്ലേ? ബാമ പുച്ഛത്തോടെയായിരുന്നു പറഞ്ഞ്. നീ കൂടുതൽ സംസാരിക്കാൻ നിൽക്കണ്ട, ഇനി ഞാൻ പറയുന്നത് കേട്ടാ മതി. ചിലതൊക്കെ കണ്ണടച്ചേ പറ്റൂ, അല്ലെങ്കിൽ നാറ്റുകേസാ. കുടുംബത്തിന് അതിന്റെ ചീത്തപ്പേര്. രഞ്ജിത്തേടം പറയുന്നതിന് ഒരു പുഞ്ചിരി മറുപടി നൽകി. അടുത്തുകൂടെ അമ്മാവന്റെ ആയിരുന്നു. മതി അവിടുത്തെ ജോലി, ഇവിടുത്തെ താമസവും. ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ കല്യാണം നടത്തി രണ്ടാളും അങ്ങോട്ട് പോരാൻ നോക്ക്. അമ്മാവൻ അമ്മയെ നോക്കി പറഞ്ഞു. ഒരു പ്രശ്നം വരുമ്പോൾ കൂടെ നിന്ന് കരയറ്റാതെ കണ്ണടച്ചിരിട്ടാക്കുന്ന ഒരു ബന്ധത്തിന് ഇനി എനിക്ക് താല്പര്യമില്ല. അങ്ങോട്ട് താമസം മാറാൻ ഉദ്ദേശിക്കുന്നില്ല. വാക്കുകൾ ഉറച്ചതായിരുന്നു. മാമേ, തറുതല പറയാനായോ നീ? അമ്മയുടെ പിൻവിളിയോടൊപ്പം കയ്യിലൊരടിയും കിട്ടി. കണ്ണു നിറഞ്ഞെങ്കിലും കയ്യിൽ കിടന്ന മോതിരമൂരി രഞ്ജിത്തേടന്റെ കയ്യിൽ വെച്ച് കൊടുത്തു. പാടിപ്പിച്ച് ഇത്രത്തോളം എത്തിച്ചതിന്റെ കൂലി, ഈ കണ്ട കാലം ഉണ്ണാനുടുക്കാനും തന്നതിന്റെ കൂലി. അമ്മാവന്റെ വാക്കുകൾ പുച്ഛമായിരുന്നു. പഠിക്കാൻ ഞാൻ 5 പൈസ ആരെക്കൊണ്ടും ചെലവാക്കിച്ചിട്ടില്ല. പിന്നെ ആദ്യം മുതലുള്ള കഥയൊന്നും അമ്മാവ് ഓർപ്പിക്കരുത്. സ്ഥിരം ജോലി അച്ഛന്റെ ഭാഗത്തിൽ കിട്ടിയ 10 സെന്റ് ഭൂമി കണ്ടതോടല്ലേ അമ്മായിയുടെ ആംഗ്ലിയുടെ മോളുടെ ബന്ധം തഴഞ്ഞ് എനിക്ക് നറുക്ക് വീണ്. പറയുമ്പോൾ അമ്മാവന് ഉത്തരവില്ലായിരുന്നു. ദേഷ്യത്തോടെ ചവിട്ടി കുളിക്കാണ് ഇറങ്ങിപ്പോയത്. വണ്ടിയിൽ കയറാൻ നേരം രഞ്ജിത്തിനൊന്ന് തിരിഞ്ഞു നോക്കി. ഒരു പുഞ്ചിരി സമ്മാനിച്ചു പകരം. പിന്നീട് എപ്പോഴേക്കും അറിഞ്ഞു ചെകുത്താനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ. അല്ലെങ്കിൽ അറിയാൻ ശ്രമിച്ചു എന്നും പറയാം. ഒരാളെ കുറിച്ച് ഒന്നും അറിയാതെ മുൻവിധി കൊണ്ട് ഒരു പരിവേഷം ചാർത്തി കൊടുക്കുന്നവരാണല്ലോ നമ്മളിൽ ഭൂരിഭാഗവും. വിദ്യാസമ്പന്നനാണ്. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. അമ്മ കുറച്ച് കാലം മുമ്പും. ഒറ്റയ്ക്ക് ജീവിതം. തിന്മയുള്ളിടത്താണ് ചെകുത്താൻ അവതരിക്കുക. CTV എന്ന ലോക്കൽ ചാനലിന്റെ സാരഥി. പക്ഷെ അത് നാട്ടിലധികം പരസ്യപ്പെടുത്താത്തൊരു രഹസ്യമാണ്. കൂടെയുള്ളവരെല്ലാം ഒരു തരത്തിൽ നാട്ടിലെ കുഞ്ഞു കുഞ്ഞു വാർത്തകൾ എത്തിച്ചു നൽകുന്നവർ. നാട്ടുകാർക്ക് അല്ലെങ്കിലും നല്ലതൊന്നും കണ്ണിൽ പിടിക്കില്ലല്ലോ. സ്കൂളിൽ പോകുമ്പോഴോ വരുമ്പോഴോ ഇടയ്ക്ക് കാണും. ഒരു പുഞ്ചിരി പരസ്പരം നൽകും. അതിനപ്പുറം ഒന്നുമില്ല. ഇതിനിടയിൽ സ്കൂളിൽ റിസൈൻ ലെറ്റർ നൽകിയിരുന്നു. കുറച്ചു ദൂരെ മറ്റൊരു റെസിഡൻഷ്യൽ സ്കൂളിൽ ജോലിയും ശരിയായി. അമ്മയും കൂട്ടി മറ്റൊരു നാട്ടിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. പോകുന്നതിന് മുമ്പ് ചെകുത്താനൊന്ന് കണ്ട് യാത്ര പറയണമെന്ന് തോന്നി. വൈകുന്നേരം അമ്പലത്തിൽ പോയി മടങ്ങി വരുന്ന വഴിയിൽ പതിപോലെ കവലയിൽ ആൽത്തറയിൽ ഇരിക്കുന്ന കണ്ടു. നേരെ അങ്ങോട്ട് നടന്നു. ഇന്നും സംസാരിക്കാനുണ്ടോ? ചെകുത്താനപ്പം ഇരുന്നവരായിരുന്നു ചിരിച്ചുകൊണ്ടായി ചോദിച്ച്. ആരും നോയി ചെകുത്താൻ കണ്ണുരുട്ടിയപ്പോൾ എല്ലാവരും എണീറ്റു പോകുന്ന കണ്ടു. എന്താ ടീച്ചറേ? കാർത്തിയുടെ മുഖത്ത് പുഞ്ചിരിയായിരുന്നു. ഇവിടെ ജോലി റിസൈൻ ചെയ്തു. അറിഞ്ഞു. വേറെ ജോലി ശരിയായിട്ടുണ്ട്. പോകുന്നതിന് മുമ്പ് ഒന്ന് യാത്ര പറയാന്ന് കരുതി. ബാമ പറയുന്ന കൈമാറിൽ പിണച്ചു വെച്ച് കേട്ട് നിൽപ്പായിരുന്നു കാർത്തി. ശരി, ഓൾ ദി ബെസ്റ്റ്. തലയാടി ചിരിച്ചുകൊണ്ട് കാർത്തി പറഞ്ഞു. തിരിച്ചു മറ്റൊന്നും ചോദിച്ചില്ലല്ലോ എന്നൊരു കുഞ്ഞു സങ്കടം തോന്നിയിരുന്നു ഭാമയുടെ ഉള്ളിൽ. ടീച്ചറെ, കല്യാണത്തിന് വിളിക്കില്ലേ? തിരിഞ്ഞടക്കാനാഞ്ഞപ്പോഴാണ് ഒരു ചോദ്യം വന്നത്. ഒഴിഞ്ഞു കിടന്ന മോതിരവിരൽ ഉയർത്തി കാണിച്ചു കൊടുത്തതും ചിരിച്ചു. എന്തുപറ്റി? ആ കണ്ണുകളിൽ അത്ഭുതം വിടുന്ന കാണാമായിരുന്നു. കൂടുതലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി ഒഴിഞ്ഞു. കരഞ്ഞു ചെല്ലുമ്പോൾ എന്താണെന്ന് പോലും ചോദിക്കാതെ മാറോട് ചേർക്കാനും ഒരു പ്രശ്നം വരുമ്പോൾ എന്താണെന്ന് പോലും ചോദിക്കുന്നതിന് മുമ്പ് കൂടുതൽ നിൽക്കാനും കഴിവില്ലാത്ത ഒരാളെ എനിക്ക് വേണ്ടെന്ന് തോന്നി. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ മീശ പിരിച്ചുകൊണ്ടായിരുന്നു അവനത് ചോദിച്ച്. കൂടെ വന്നിരിക്കും. കണ്ണിലേക്ക് നോക്കിയായിരുന്നു ചോദിച്ച്. എങ്കിൽ കയറിക്കോ വണ്ടിയുടെ പിന്നിലേക്ക്. ആടെ കിടന്നതിന് ബുള്ളറ്റിലേക്ക് ചൂണ്ടിയാവൻ പറഞ്ഞു. അപ്പൊ ചെകുത്താൻ ഹൃദയത്തിലേക്കില്ലേ? അതൊക്കെ എന്നേ എൻട്രി കിട്ടിയതാ. അറിയാതെ പോയതല്ലേ നീ?
ചിരിച്ചുകൊണ്ട് ബുള്ളറ്റ് സ്റ്റാർട്ടാക്കിയപ്പോൾ ചെകുത്താന്റെ പെണ്ണായി ആ വണ്ടിയുടെ പിന്നിൽ ഇരിപ്പുറപ്പിച്ച് വീട്ടിലെത്തിയതും പുതിയ സ്കൂളിലെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ വലിച്ചു കയറി കാറ്റിൽ പറത്തി. JRF എല്ലാവർക്കും കൊണ്ട് എളുപ്പം സാധിച്ചെന്ന് വരില്ല. സമയം തീരുന്നതിന് മുമ്പേ നല്ലൊരു യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്ത് റിസർച്ച് ചെയ്യുക. എല്ലാം കഴിഞ്ഞ് ഡോക്ടറേറ്റ് എടുത്ത് വരുമ്പോൾ നിനക്ക് മാത്രമായ ഒരു സമ്മാനം എൻ്റെ കയ്യിലുണ്ടാവും. ആ മുറ്റത്തുനിന്ന് അമ്മയുടെ സാന്നിധ്യത്തിലായിരുന്നു പറഞ്ഞത്. ഇതിനിടയിൽ ചെകുത്താന്റെ ജീവിതത്തിലേക്ക് കാലെടുത്തും വെച്ചിരുന്നു. ഡോക്ടറേറ്റ് കിട്ടിയ ദിവസം രാത്രി ഭക്ഷണമെല്ലാം കഴിഞ്ഞ് 2 വയസ്സുകാരെയും കൂട്ടി നടുമുറ്റത്തിരുന്ന് ഒന്നിച്ച് മഴ നനയുമ്പോഴായിരുന്നു ആ സമ്മാനം വെച്ച് നീട്ടിയത്. എല്ലാത്തിനും കാരണമായ ആ സ്കൂൾ വായിച്ചതിന്റെ ഡോക്യുമെന്റ്സ്. സന്തോഷം കൊണ്ട് കണ്ണൊക്കെ നിറഞ്ഞിരുന്നു. മഴയുടെ തണുപ്പിലും ആ നെഞ്ചിൻ ചൂടിലേക്ക് പറ്റിച്ചേർന്നിരുന്നു. ഇപ്പോഴും തിന്മയുള്ളിടത്ത് ചെകുത്താൻ അവതരിക്കാറുണ്ട്. തെറ്റ് ചെയ്യുന്നവരെ മാത്രം വേട്ടയാടുന്ന ചെകുത്താൻ.